മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമ വിവാദത്തിൽ പ്രതിഷേധിച്ച് സൂപ്രണ്ട് ഓഫീസിലേക്ക് ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നും സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. 2014 മുതൽ 25 വരെയുള്ള കാലയളവിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിടാൻ ആരോഗ്യമന്ത്രിയും സർക്കാരും തയ്യാറാകണമെന്നും ബി.ജെ.പി. വെല്ലുവിളിച്ചു. മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ജില്ലയിൽ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാവുകയാണ്. സമ്പൂർണമായിട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ ഈ സർക്കാർ തല്ലി തകർത്തിരിക്കുക. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാൽ മരുന്നില്ല, ചെറിയ പരിശോധനകൾ പോലും നടത്താനുള്ള സാഹചര്യമില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയുമില്ല. കാശില്ല എന്നാണ് പറയുന്നത്. കാശുണ്ട്. 2004 മുതൽ 14 വരെയുള്ള കാലയളവിൽ കിട്ടിയതിനേക്കാൾ 15 മടങ്ങ് തുക കേരളത്തിൽ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ മോദി സർക്കാർ കേരളത്തിൽ നൽകുന്നുണ്ട്. ആരോഗ്യ വകുപ്പിനെ അസ്ഥികൂടമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജും സംഘവും. ശ്വാസം മുട്ടുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ്. വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ്.